ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മെമ്മോ പാഡ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ നോർമൽ A3 ഷീറ്റിൽ കളർ പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും കൂടി പറഞ്ഞുതരാം. പിൻട്രസ്റ്റ് നിന്നായാലും ഗൂഗിളിൽ നിന്നായാലും മെമ്മോ പാഡ് ഡിസൈൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ പിൻട്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുക. അതിൽ എന്നിട്ട് 3 ഡോട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ക്യാൻവ ആപ്പിലേക്ക് പോയിട്ട് അവിടെ A4 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ച പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സൈസിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു A4 ഡോക്യുമെൻറ്റിൽ 8 ടെംപ്ലേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗാലറിയിലേക്ക് വന്നോളും. ഞാൻ ഇങ്ങനത്തെ 3 A4 പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായത്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെയും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ഓരോ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ കുറച്ച് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ക്ലിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു ഫുൾ ഡേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുണ്ടായത്. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ദിവസം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 30 മിനിറ്റ്സ് വെച്ചാൽ തന്നെ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫുൾ ഡേ വെച്ചതാണ്. ഇനി നമുക്ക് ഈ മെമ്മോ പാഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഈ മെമ്മോ പാഡിൻ്റെ കുറച്ച് വലിയ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് അതിനൊരു വൈറ്റ് പേപ്പർ കൊണ്ട് ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ മെമ്മോ പാഡ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.